സമരം അവസാനിപ്പിച്ച ഈ കൺസ്ട്രക്ഷൻ യാർഡിൽ നിന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പുറത്തേക്ക് ദേശീയപാതയിലേക്ക് വന്നതാണ്. ആ ഘട്ടത്തിൽ വീണ്ടും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വീണ്ടും പോലീസുമായിട്ട് വാക്കേറ്റമുണ്ടായി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ പോലീസ് അടിച്ചു, ഷർട്ട് കീറി, അബിൻ വർക്കിയെ എടാ പോടാന്ന് വിളിച്ചെന്ന് പറഞ്ഞ് വീണ്ടും വാക്കേറ്റമുണ്ടാവുന്നു. തുടർന്ന് പോലീസ് ബലം പ്രയോഗിച്ച് അവർ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു. അബിൻ വർക്കിയെ ബലം പ്രയോഗിച്ച് പോലീസ് ജീപ്പിൽ കയറ്റാൻ ശ്രമിക്കുന്നതാണ് നോക്കുന്നത്. പക്ഷേ അബിൻ വർക്കി കയറാൻ കൂട്ടാക്കുന്നില്ല. 3-4 പോലീസ് ചേർന്ന് അബിൻ വർക്കിയെ ബലമായി പോലീസ് ജീപ്പിലേക്ക് മാറ്റാൻ നോക്കുന്നു, കസ്റ്റഡിയിൽ എടുക്കാൻ നോക്കുന്നു. പക്ഷേ കൂട്ടാക്കുന്നില്ല. പോലീസ് ബലം പ്രയോഗിച്ച് അബിൻ വർക്കിയെ പോലീസ് വണ്ടിയിലേക്ക് മാറ്റുന്നതാണ് ദൃശ്യങ്ങൾ കാണുന്നത്. മറ്റ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. സമരം അവസാനിച്ച് മടങ്ങിയതാണ്. ആ മടങ്ങിയ ഘട്ടത്തിൽ വീണ്ടും പുറത്ത് വെച്ച് ദേശീയപാതയിൽ വെച്ച് പോലീസുമായി ഉണ്ടും തള്ളും വാക്കേറ്റും ഉണ്ടാകുന്നു. അങ്ങനെ പോലീസ് ബലം പ്രയോഗിച്ച് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കിയെ കസ്റ്റഡിയിലെടുക്കുന്നു. പോലീസ് ജീപ്പിൽ കയറാൻ അദ്ദേഹം കൂട്ടാക്കിയില്ല. തുടർന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ DYSP ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി അറസ്റ്റ് ചെയ്ത് ജീപ്പിലേക്ക് മാറ്റുന്നതാണ് ദൃശ്യങ്ങൾ കാണുന്നത്. മറ്റ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും ബലം പ്രയോഗിച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഇവിടെ നിന്ന് മാറ്റുകയാണ്. സമരം ചെയ്ത് പുറത്തേക്ക് വന്ന പ്രവർത്തകരാണ്. പോലീസ് അകാരണമായി മർദ്ദിച്ചു. ജനാധിപത്യ മാതൃകയിൽ സമരം ചെയ്യാനെത്തിയ പ്രതിഷേധക്കാരെ പോലീസ് മർദ്ദിച്ചു, പുറത്തടിച്ചു. നെയിം പ്ലേറ്റ് ഇല്ലാത്ത ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം പിണറായി സർക്കാരിന് വേണ്ടി മർദ്ദിച്ചു തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അവർ പുറത്തേക്ക് വന്നത്. പുറത്തെത്തിയ സമയത്ത് തേഞ്ഞിപ്പാലം SHമായി വീണ്ടും വാക്കേറ്റമുണ്ടാകുന്നു. അങ്ങനെ പോലീസ് ബലം പ്രയോഗിച്ച് ഇവരെ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ള മലപ്പുറം ജില്ലയിലെ നേതാക്കൾ ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്യുകയാണ്. DYSP ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ബലം പ്രയോഗിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് ജീപ്പിലേക്ക് മാറ്റുകയാണ്. പോലീസ് ആദ്യം അറസ്റ്റ് ചെയ്യാതെ ഈ സമരം അവസാനിച്ചു പോകാൻ വേണ്ടി അവസരം ഒരുക്കി നൽകിയതാണ്. അങ്ങനെ അവിടെ പ്രസംഗവും എല്ലാം കഴിഞ്ഞ് മാധ്യമങ്ങളോട് സംസാരിച്ച് അവർ പുറത്തേക്ക് വന്ന ഘട്ടത്തിൽ വീണ്ടും പോലീസുമായി വാക്കേറ്റമുണ്ടാവുകയായിരുന്നു. പ്രസംഗത്തിലുടനീളം പോലീസിനെതിരെ രൂക്ഷ വിമർശനമാണ് അബിൻ വർക്കി ഉന്നയിച്ചത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. റോഡിൽ വെച്ച് പോലീസുമായി വാക്കേറ്റമുണ്ടാകുന്നു. സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കി ഉൾപ്പെടെയുള്ള നേതാക്കളെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുന്നതാണ് കാണുന്നത്. സുജയ. ഓക്കെ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ഉപാധ്യക്ഷൻ അബിൻ വർക്കിയെ അടക്കം പോലീസ് ജീപ്പിൽ കയറ്റി അവിടെ നിന്ന് കൊണ്ടുപോയിരിക്കുകയാണ്. അവിടെയുള്ള കരാർ കമ്പനിയുടെ ക്വാളിറ്റി ചെക്കിംഗ് ലാബ് അതല്ലേ അവിടെ ഉള്ളത്? ആ ലാബിലേക്ക് കയറാനല്ലായിരുന്നോ ശ്രമിച്ചത്? ആ ലാബ് തകർത്തോ സിനോജ്? അതിന്റെ ദൃശ്യങ്ങൾ കൂടി കാണാം. സുജ, ഇത് കരാർ കമ്പനിയായ പ്രവർത്തകരെ അറസ്റ്റ് നീക്കുന്നതാണ്. അതാണ് ദൃശ്യങ്ങൾ കാണുന്നത്. ഇത് ഒരു യാർഡാണ്, ഈ കരാർ കമ്പനിയുടെ യാർഡാണ്. ഇവിടെയാണ് എല്ലാം തയ്യാറാക്കി, കോൺക്രീറ്റ് ഉൾപ്പെടെ തയ്യാറാക്കി റോഡ് നിർമ്മാണത്തിന് വേണ്ടി കൊണ്ടുപോകുന്നത്. ഇതിനകത്താണ് ഈ KNRCLയുടെ ലാബും ഓഫീസും പ്രവർത്തിക്കുന്നത്. ആദ്യം ഈ ഗുണനിലവാര ലാബിലേക്ക് മാർച്ച് നടത്തി അകത്തേക്ക് സ്ഥാനങ്ങളൊന്നും നശിപ്പിച്ചില്ല. പോലീസ് ബലം പ്രയോഗിച്ച് ആ പ്രതിഷേധക്കാരെ പുറത്തിറക്കുന്നു. തുടർന്ന് വീണ്ടും തൊട്ടടുത്ത് തന്നെയുള്ള ഇവരുടെ ഓഫീസിലേക്ക് കയറുന്നു. ഓഫീസിന് മുറ്റത്തുണ്ടായിരുന്ന കസേരകളും ചെടിച്ചട്ടികളും പ്രവർത്തകർ തകർക്കുന്നു. അങ്ങനെയാണ് പോലീസുമായിട്ട് ഉന്തും തള്ളും ചെറിയ ലാത്തി ചാർജ് ഉണ്ടാകുന്നു. ആ സമയത്ത് പോലീസ് പുറത്ത് അടിച്ചു, ഷർട്ട് കീറിയെന്ന ആരോപണം ഉയരുന്നു. അങ്ങനെ പുറത്ത് വെച്ച് പോലീസ് ഇവരെ തള്ളി നീക്കി പുറത്തേക്ക് കൊണ്ടുവരികയും ഓഫീസിന് മുറ്റത്ത് വെച്ച് ഈ പരിപാടി നടക്കുകയും ഉദ്ഘാടനം ചെയ്യുകയും മാധ്യമങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നു. അതിൽ പോലീസിനെതിരെ വലിയ വിമർശനം അബിൻ വർക്കി ഉന്നയിക്കുന്നു. അതിനുശേഷമാണ് ഞങ്ങൾ സമരത്തിൽ നിന്ന് പിന്മാറുന്നു, താൽക്കാലികം പിന്മാറുന്നു. അടുത്ത ദിവസം PWDയുടെ ഒപ്പം തന്നെ NHന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന് പറഞ്ഞുകൊണ്ട് അവർ പുറത്തേക്ക് ദേശീയപാതയിലേക്ക് കടന്നു വരുന്നു. ദേശീയപാതയുടെ സർവീസ് റോഡിൽ വെച്ച് വീണ്ടും പോലീസുമായി വാക്കേറ്റമുണ്ടാകുന്നു. പോലീസ് നെയിം പ്ലേറ്റ് വെക്കാതെ മനഃപൂർവ്വം മർദ്ദിക്കാൻ വേണ്ടി വന്നതാണ്, മർദ്ദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പോലീസുമായി വാക്കേറ്റമുണ്ടാകുന്നു. ഒടുവിൽ പോലീസ് ബലം പ്രയോഗിച്ച് ഇവരൊക്കെ പോലീസുകാരന്റെ കയ്യിൽ കാണുന്നുണ്ടല്ലോ. അതാരാണ്? ഒരു പോലീസുകാരൻ ഇപ്പോൾ ഒരു പോലീസുകാരൻ നടന്നു പോകുന്ന ആ പോലീസുകാരന്റെ കയ്യിൽ പരിക്കുണ്ട്. അതെങ്ങനെ പറ്റിയതാണ്? ഇപ്പോൾ വണ്ടിയിലേക്ക് കയറുന്ന പോലീസുകാരൻ സുജ പാർവതി, അദ്ദേഹത്തിൻ്റെ കൈവിരൽ മുറിഞ്ഞിട്ടുണ്ട്. എനിക്ക് പോലീസ് ജീപ്പിലെ ഡ്രൈവറാണ്. കൈവിരൽ മുറിഞ്ഞതാണ്, ചൂണ്ടുവിരൽ മുറിഞ്ഞിട്ടുണ്ട്, ബ്ലഡ് കാണുന്നുണ്ട്. സംഘർഷത്തിനിടയ്ക്ക് പറ്റിയതാണ്. അദ്ദേഹം കൈ കഴുകാൻ വേണ്ടി അവിടേക്ക് പോയിട്ടുണ്ട്. ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തനം കൂടി പോലീസ് ബലം പ്രയോഗിച്ച് വണ്ടിയിലേക്ക് മാറ്റാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. DYSP നേതൃത്വത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട്. ബലം പ്രയോഗിച്ച് അയാളെ കൂടി പോലീസ് ജീപ്പിലേക്ക് കയറ്റുകയാണ്. ഇവിടെയുള്ള എല്ലാ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റുന്നതാണ് കാണുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കിനെ ഉൾപ്പെടെ പോലീസ് ഇവിടെ നിന്ന് ബലം പ്രയോഗിച്ചാണ് കൊണ്ടുപോയത്. ജീപ്പിൽ കയറാൻ തയ്യാറായിരുന്നില്ല. ബലം പ്രയോഗിച്ച് കൂട്ടിൽ പോലീസ് തന്നെ എത്തി അവരെ ജീപ്പിൽ കയറ്റി കൊണ്ടുപോയി. ബാക്കി ഉണ്ടായിരുന്ന പ്രതിഷേധക്കാരെ കൂടി പോലീസ് ബലം പ്രയോഗിച്ച് കൊണ്ടുപോവാണ്. ഈ ഉന്തിലും തള്ളിലും പിടിവലിയിലുമാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, സിവിൽ പോലീസ് ഓഫീസറുടെ കൈവിരൽ മുറിഞ്ഞിരിക്കുന്നത്. ഈ പോലീസ് ജീപ്പിലെ ഡ്രൈവർ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഇടത് കൈയുടെ ചൂട്ടുവിരൽ മുറിഞ്ഞ് ചെറിയ തോതിൽ ചോര വരുന്നുണ്ട്. അതുമായാണ് അദ്ദേഹം ജീപ്പ് ഓടിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നത്. അതായത് ഈ പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് ഇപ്പോൾ കൊണ്ടുപോകുന്ന പോലീസ് ജീപ്പിന്റെ ഡ്രൈവറുടെ കൈവിരലിനും പരിക്കേറ്റിട്ടുണ്ട്. അതായത് നേരത്തെ ഉണ്ടായ ഉന്തും തള്ളും അതൊരു സംഘർഷത്തിലേക്ക് പോയിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൊടിയും ലാത്തിയും ഒക്കെ വീശുന്നതൊക്കെ കണ്ടിരുന്നു സിനോജ്. സുജയ,
ഈ ജീപ്പിൻ്റെ ഡ്രൈവറായിരുന്നു, പോലീസ് ജീപ്പിൻ്റെ ഡ്രൈവറായിരുന്നു. ഈ സംഘർഷത്തിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഇടത് കൈയുടെ ചൂണ്ടുവിരൽ ചെറിയ തോതിൽ മുറിഞ്ഞ ബ്ലഡ് പുറത്തേക്ക് വന്നതാണ്. അദ്ദേഹം തന്നെയാണ് ജീപ്പ് ഓടിച്ച് പോകുന്നത്. DYSP ജീപ്പിന് മുന്നിലുണ്ട്. 3 പ്രവർത്തകരെയും പോലീസ് ജീപ്പിൽ കയറ്റിക്കൊണ്ട് പോകുന്നു. DSPയുടെ വാഹനമാണ്. അദ്ദേഹത്തിൻ്റെ ഡ്രൈവർക്കാണ് ചെറിയ പരിക്ക് പറ്റിയിരിക്കുന്നത്. ഇടത് കൈയുടെ ചൂണ്ടുവിരലാണ് മുറിഞ്ഞിരിക്കുന്നത്. വലിയ പരിക്കല്ല.